നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഞാനിന്ന് നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് 5 ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടുന്നത്. ഫിനാൻഷ്യലായിട്ട് ഒരുപാട് മൈനസായിട്ട് നെഗറ്റീവായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുടെ ഒരു എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ അലട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ 3 ഓഫ് കപ്സ് ആണ് വരുന്നത്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട്, കാരണം ഏറ്റവും അടുത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ആണെങ്കിലും കയ്യിലുള്ളത് നോക്കാതെ നിങ്ങൾ എടുത്ത് ചിലവാക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് കാണാനായിട്ട്. അർഹിക്കുന്നവർക്ക് മാത്രം ധനം ചിലവാക്കുക, അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത്. കാരണം നമുക്ക് പണമുണ്ടെങ്കിലേ നമുക്കൊരു വിലയുള്ളൂ. നമുക്കില്ലാതിരിക്കുമ്പോൾ ഈ ആരും നമ്മളെ തിരിഞ്ഞ് നോക്കാൻ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ധനം സൂക്ഷിച്ച് ചിലവാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു മനസ്സിനൊത്ത് തന്നെ നിങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു ഏസ് ഓഫ് പെൻഡിക്കിൾസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു ജോലി നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റമാണ് എനിക്ക് കാണാനായിട്ട് ഏസ് ഓഫ് പെൻഡിക്കിൾസ് എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിലൂടെയുള്ള ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ധനം സൂക്ഷിച്ച് ചിലവാക്കുക. അനാവത്തായിട്ടുള്ള നിങ്ങളുടെ ഈ ചിലവാക്കൽ കാരണമാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ക്ലൈം ചെയ്യുക. താങ്ക് യു.